ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ആണ് നോക്കുന്നത്. ബേസിക് സയൻസിലെ 13ാമത്തെ ചാപ്റ്ററായ ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ എന്നുള്ള ഈ ഒരു ചാപ്റ്റർ ആണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത് കേട്ടോ. ഇതിനു മുമ്പുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് പോയി കാണണേ. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്താന്നുള്ളതൊന്ന് കമന്റിലൂടെ പറയാട്ടോ. അതുപോലെ തന്നെ ക്ലാസ് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് 13ാമത്തെ ചാപ്റ്റർ ആയ ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ എന്നുള്ള ഈ ഒരു ചാപ്റ്ററിലേക്ക് നോക്കാം. ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ കുറച്ച് ഭക്ഷ്യവസ്തുക്കളുടെ ചിത്രമാണല്ലേ കൊടുത്തിട്ടുള്ളത്. പുളിയുണ്ട്, അതുപോലെ വിനാഗിരി, തൈര്, ഓറഞ്ച്, മാങ്ങ, ഇവിടെയൊക്കെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് പരിചിതമായ ചില ഭക്ഷ്യവസ്തുക്കളുടെ ചിത്രങ്ങളാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ഇവ രുചിച്ചു നോക്കിയിട്ടുണ്ടോ? അവയ്ക്ക് പൊതുവെ എന്ത് രുചിയാണുള്ളത്? എന്താ നമുക്കറിയാം, പുളി രുചിയാണുള്ളത് അല്ലെ. എന്തായിരിക്കും കാരണം? ഇതിലെ ആസിഡിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് പുളിരുചി ഉണ്ടാകുന്നത്. നീല ലിറ്റ്മസ് പേപ്പറുമായും ചുവന്ന ലിറ്റ്മസ് പേപ്പറുമായും ഇവ സമ്പർക്കത്തിൽ വരുമ്പോൾ എന്ത് നിറം മാറ്റമാണ് ലിറ്റ്മസ് പേപ്പറിന് ഉണ്ടാകുന്നത്? ഇവിടെ എന്താണ്, ഇതിൽ ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, നീല ലിറ്റ്മസ് പേപ്പറുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവന്ന ലിറ്റ്മസ് പേപ്പറായി ചുവപ്പാക്കി മാറ്റുന്നുണ്ട് കേട്ടോ, ചുവപ്പാക്കി മാറ്റുന്നുണ്ട്. എന്നാൽ ചുവന്ന ലിറ്റ്മസ് പേപ്പറുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ ഒരു എന്താണ്, നിറത്തിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല കേട്ടോ. അപ്പൊ നീല ലിറ്റ്മസിനെയാണ് ചുവപ്പാക്കി മാറ്റുന്നത്. ചുവന്ന പേപ്പർ എന്താണ്, ലിറ്റ്മസ് പേപ്പറിന് മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. ഇനി സ്കൂൾ രസതന്ത്ര പരീക്ഷണശാലയിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ് എന്നിവ ലിറ്റ്മസ് പേപ്പറിന് എന്ത് നിറമാറ്റം നൽകുന്നു എന്ന് പരീക്ഷിച്ചു നോക്കി സയൻസ് ഡയറിയിൽ എഴുതാൻ പറയുന്നുണ്ട്. ഈ ആസിഡുകളൊക്കെ എന്താണ്, ശക്തമായിട്ടുള്ള ആസിഡുകളാണ് അല്ലെ. ഇവ മൂന്നും എന്താണ്, അതായത് സൾഫ്യൂരിക് ആസിഡ് ആയാലും നൈട്രിക് ആസിഡ് ആയാലും ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയാലും ഒക്കെ ശക്തമായിട്ടുള്ള ആസിഡുകളാണ്. ഇവയെല്ലാം എന്താണ്, നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പ് നിറത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്താണ് ഇതിന് കാരണം? ലിറ്റ്മസിലെ നിറം മാറുന്നത് എന്താണ്? ഇവയിൽ ആസിഡിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ്. ഈ ഒരു വസ്തുക്കളിലൊക്കെ ആസിഡിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ലിറ്റ്മസ് പേപ്പറിന്റെ നിറം മാറുന്നത്. ഇനി ഒരു ടെസ്റ്റ് ട്യൂബിൽ ഒരു ചെറിയ കഷ്ണം സിങ്ക് എടുക്കുക, അതിലേക്ക് അല്പം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുക. ടെസ്റ്റ് ട്യൂബിന്റെ വായ്ഭാഗത്ത് കത്തുന്ന തീപ്പെറ്റിക്കൊള്ളി കാണിക്കുക, നിരീക്ഷണം രേഖപ്പെടുത്തുക എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ വരുന്നത്? അതായത് ഈ ഒരു പരീക്ഷണത്തിൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? അതായത് ചെറിയൊരു പൊട്ടിത്തെറിയോടെയോ അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറിയുടെ ശബ്ദത്തോടെയോ കൂടി അത് കത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. കാരണം എന്താണ്, ലോഹം അതായത് സിങ്ക് എന്താണ്, ഒരു ലോഹമാണ് അല്ലെ. ഇത് നേർപ്പിച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഇവിടെ ഹൈഡ്രജൻ വാതകം പുറത്തു വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഹൈഡ്രജൻ വാതകം എന്താണ്, ഹൈഡ്രജൻ വാതകം നമുക്കറിയാം ജ്വലനത്തെ സഹായിക്കുന്നതാണ് അല്ലെ. അതായത് കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ് കേട്ടോ. കത്താൻ സഹായിക്കുന്ന വാതകം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എന്താണ്, ഒരു ചെറിയ ശബ്ദത്തോടും അതുപോലെ പൊട്ടിത്തെറിയോട് കൂടിയിട്ട് ഇവിടെ കത്താനായിട്ടുള്ള കാരണം. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? ലോഹവും ഒരു എന്താണ്, ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ പുറത്തു വരുന്നുണ്ട് കേട്ടോ. ഹൈഡ്രജൻ എന്താണ്, കത്താൻ സഹായിക്കുന്ന വാതകം അല്ലെങ്കിൽ ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം എന്നൊക്കെ അറിയപ്പെടുന്നത് ഹൈഡ്രജൻ ആണ് കേട്ടോ. ഇനി മുകളിൽ ചെയ്ത പരീക്ഷണത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിന് പകരം സൾഫ്യൂരിക് ആസിഡ് ചേർത്ത് പരീക്ഷണം ആവർത്തിക്കുക. ഇതേപോലെ തന്നെ എന്താണ്, ഇതേപോലെ തന്നെ പൊട്ടിത്തെറിയോട് കൂടിയോ അല്ലെങ്കിൽ എന്താണ്, പൊട്ടിത്തെറിയോ ശബ്ദത്തോടു കൂടിയോ കത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ട്ടോ. ഇനി ഇവിടെ ലോഹവും ആസിഡും രാസസമവാക്യമാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് എന്താണ്, സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി നമ്മൾ കലർത്തുമ്പോൾ എന്താണ്, സിങ്ക് ക്ലോറൈഡും ഇവിടെ ഹൈഡ്രജൻ സ്വതന്ത്രമാകുന്ന ഹൈഡ്രജൻ വാതകമാണ് കേട്ടോ ഉണ്ടാവുക. പിന്നെ എന്താണ്, ഇവിടെ നമുക്ക് ഈ ഒരു സൾഫ്യൂരിക് ആസിഡ് തന്നിട്ടുണ്ട്. ഇവിടെ എന്താണ്, സിങ്ക് തന്നെയാണ് ഇവിടെ ഉള്ളത്, സിങ്ക് ആണ്. ഓക്കെ, ഇവിടെ സിങ്ക് സൾഫേറ്റും അതുപോലെ ഹൈഡ്രജൻ വാതകമാണ് ഉണ്ടാവുന്നത്. പിന്നെ ഇവിടെ മെഗ്നീഷ്യം തന്നിട്ടുണ്ട്. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണുള്ളത്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണുള്ളത്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. എന്താണ്, MgCl2, മെഗ്നീഷ്യം ക്ലോറൈഡും പിന്നെ ഹൈഡ്രജൻ വാതകവും, സ്വതന്ത്രമാകുന്ന ഹൈഡ്രജൻ വാതകവും ഉണ്ടാവും. പിന്നെ ഇവിടെ സൾഫ്യൂരിക് ആസിഡ് ആണ്. ഇവിടെ എന്താണ്, മെഗ്നീഷ്യം തന്നെയാണ് കേട്ടോ. മെഗ്നീഷ്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. മെഗ്നീഷ്യം സൾഫേറ്റും ഹൈഡ്രജൻ വാതകവും. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് എന്താ നമുക്ക് പഠിക്കാനുള്ളത്? ആസിഡുകൾ ക്രിയാശീലം കൂടിയ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. ആസിഡുകൾ ക്രിയാശീലം കൂടിയ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു.
ഇനി ഇവിടെ ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് ഈ ഒരു പരീക്ഷണം കൊടുത്തിട്ടുണ്ടോ. കാർബണേറ്റുകൾ ഇതിലൂടെയുള്ള നിഗമനത്തിലേക്ക് നോക്കാം. എന്താണ് ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ലോഹവും ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകമാണ് സ്വതന്ത്രമാകുന്നത്. എന്നാൽ ആസിഡുകളും കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകമാണ് സ്വതന്ത്രമാകുന്നത്. ഈ ആസിഡുകളുടെ സവിശേഷതകളാണ് കേട്ടോ. എന്തൊക്കെയാണ്? പുളിരുചിയുണ്ട്, നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കുന്നു, കാർബണേറ്റുമായി പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നു, സിങ്ക്, മെഗ്നീഷ്യം തുടങ്ങിയ ക്രിയാശീലം കൂടിയ ലോഹങ്ങളുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം സ്വതന്ത്രമാകുന്നു. ഇതൊക്കെ ആസിഡുകളുടെ പൊതുവായിട്ടുള്ള സവിശേഷതകളാണ് കേട്ടോ. ഇനി ആസിഡുകളിലെ പൊതുഘടകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ പ്രതീകം H ആണ്. ഹൈഡ്രജനിൽ നിന്ന് രൂപപ്പെടുന്ന അയോൺ ആണ് H+ അയോൺ. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ രാസസൂത്രം നമുക്കറിയാം HCl ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ജലത്തിൽ ലയിക്കുമ്പോൾ വിപരീത ചാർജുള്ള ഹൈഡ്രജൻ ക്ലോറൈഡ് അയോണുകളായിട്ട് മാറും. ഇവിടെ കൊടുത്തിട്ടുണ്ട് HClഉം H+ അയോണും അതുപോലെ Cl- അയോണും. ഇനി ഇവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ജലത്തിലേക്ക് നമ്മൾ കണ്ടില്ലേ. ഇനി നൈട്രിക് ആസിഡ് ജലത്തിലേക്കുമ്പോൾ ഉണ്ടാകുന്ന അയോണുകൾ ഏതെല്ലാം? നൈട്രിക് ആസിഡിന്റെ പ്രതീകം എന്താണ്? HNO3 ആണ്. HNO3 ആണ്. ഇത് ജലത്തിലേക്കുമ്പോൾ H+ അയോണും അതുപോലെ പിന്നെ എന്താണ് വരുന്നത്? NO3- അയോണും ആയിട്ടാണ് മാറുന്നത് കേട്ടോ. ഇനി ഓരോന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl നമ്മൾ കണ്ടു. എന്താണ് HCl? H+ അയോണും അതുപോലെ Cl- അയോണും ആയിട്ടാണ് മാറുന്നത്. ഓക്കെ. ഇനി അടുത്തത് സൾഫ്യൂരിക് ആസിഡ് ആണ്. സൾഫ്യൂരിക് ആസിഡ് നമുക്കറിയാം H2SO4 ആണ് അല്ലെ. H2SO4 ഇവിടെ 2H+ഉം SO4 2- ആണ് വരുന്നത്. ഇനി കാർബോണിക് ആസിഡ് H2CO3 ആണ്. ഇതെങ്ങനെയായും ഇവിടെയും 2H+ഉം CO3 ഉണ്ട് അല്ലെ. CO3 2- ആണ് വരിക. ഇനി അടുത്തത് ഫോസ്ഫോറിക് ആസിഡ് ആണ്. H3PO4 ആണ് രാസസൂത്രം അല്ലെ. ഇവിടെ എങ്ങനെയാണ് മാറുന്നത്? 3H+ ആവട്ടോ. 3H+ഉം പിന്നെ PO4 PO4 3- കേട്ടോ. 3- 3H+ഉം PO4 3- ഇങ്ങനെ വരുന്നത്. ഓക്കെ. ജലത്തിലേക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന അയോണുകളാണ്. ഇവിടെ ഹൈഡ്രജൻ അയോണുകളാണ് ആസിഡുകളുടെ പൊതുവായ ഗുണങ്ങൾക്ക് അടിസ്ഥാനം. ജലീയ ലായനിയിൽ ഹൈഡ്രജൻ അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ. ഇമ്പോർട്ടന്റ് ആണ്, നോക്കാം. ഹൈഡ്രജൻ അയോണുകളാണ് ആസിഡുകളുടെ പൊതുവായ ഗുണങ്ങൾക്ക് അടിസ്ഥാനം. ജലീയ ലായനിയില് ഹൈഡ്രജൻ അയോണുകളുടെ ഗാഢത, അതായത് H+ അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ഇനി H+ അയോണുകൾ H2O തന്മാത്രകളായി കൂടിച്ചേർന്ന് ഹൈഡ്രോണിയം അയോണുകൾ ഉണ്ടാകുന്നു. H+ അയോണുകൾ H2O തന്മാത്രകളുമായിട്ട് കൂടിച്ചേർന്ന് ഹൈഡ്രോണിയം അയോണുകൾ, അതായത് H3O+ അയോണുകൾ ഉണ്ടാകുന്നു. ഇനി ഇവിടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന നാരങ്ങാനീര്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ പറഞ്ഞ കാര്യം എന്താണ്? H+ അയോണുകൾ H2O തന്മാത്രകളുമായി കൂടിച്ചേർന്ന് ഹൈഡ്രോണിയം അയോൺ അല്ലെങ്കിൽ H3O+ അയോൺ ഉണ്ടാകുന്നുണ്ട്. ഇനി ഓരോ പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ആണ്. നാരങ്ങാനീരിൽ ഏത് ആസിഡ് ആണുള്ളത്? സിട്രിക് ആസിഡ് ആണ്. നാരങ്ങാനീരിൽ സിട്രിക് ആസിഡ് ആണുള്ളത്. ഇനി മോര്, തൈര് ഇവയിലൊക്കെ എന്താണ്? ലാക്റ്റിക് ആസിഡ് ആണ് കേട്ടോ. മോര്, തൈരിലൊക്കെ ലാക്റ്റിക് ആസിഡ് ആണ്. പുളിയിൽ ടാർട്ടാറിക് ആസിഡ് ആണ്. വിനാഗിരിയിൽ അസറ്റിക് ആസിഡ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ എക്സാമിന് സ്ഥിരം ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. നാരങ്ങാനീര് സിട്രിക് ആസിഡ്, മോര്, തൈര് ലാക്റ്റിക് ആസിഡ്, പുളി ടാർട്ടാറിക് ആസിഡ്, വിനാഗിരി അസറ്റിക് ആസിഡ്. ഓക്കെ. ഇനി അടുത്തത് എന്താ കൊടുത്തിട്ടുള്ളത്? സോഡാക്കുപ്പി തുറക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം ഏതെന്നാണ് കേട്ടോ. സോഡാക്കുപ്പി തുറക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം ഏത്? നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. CO2 ആണ് സ്വതന്ത്രമാകുന്നത്. സോഡാവെള്ളത്തിൽ സ്വഭാവം ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. ഇനി സോഡാവെള്ളത്തിന് ആസിഡിക് സ്വഭാവമാണ് ബേസിക് സ്വഭാവമാണോ ഉള്ളത്? സോഡാവെള്ളത്തിലെ ആസിഡ് ഏതാണ്? സോഡാവെള്ളത്തിൽ ആസിഡിന്റെ രാസസൂത്രം ഏതോ? അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോ സോഡാവെള്ളത്തിന്റെ സ്വഭാവം എന്താണ്? ഇതൊരു നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പ് നിറത്തിലേക്ക് മാറ്റുന്നതിനാൽ ഇതിന് അസിഡിക് സ്വഭാവം ഉണ്ടെന്ന് നമുക്ക് പറയാം. എന്താണ്? സോഡാവെള്ളത്തിന് അസിഡിക് സ്വഭാവമാണുള്ളത് കേട്ടോ. അസിഡിക് സ്വഭാവമാണുള്ളത്. ഇനി സോഡാവെള്ളത്തിലെ ആസിഡ് ഏതാണ്? സോഡാവെള്ളത്തിലെ ആസിഡ് കാർബോണിക് ആസിഡ് ആണ് കേട്ടോ. ഏതാണ്? കാർബോണിക് ആസിഡ്, അതായത് H2CO3 ആണ് സോഡാവെള്ളത്തിൽ അടങ്ങിയിട്ടുള്ളത് ആസിഡ്. H2CO3 അല്ലെങ്കിൽ കാർബോണിക് ആസിഡ്. ഓക്കെ.
സോഡാവെള്ളത്തിലെ ആസിഡിന്റെ രാസസൂത്രം എന്താണ്? നമ്മൾ പറഞ്ഞു H2CO3, കാർബോണിക് ആസിഡ്. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കാം. ചുവടെ നൽകിയിരിക്കുന്ന രാസസമവാക്യം ശ്രദ്ധിക്കൂ. CO2 + H2O = H2CO3. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായിട്ട് ചേർന്നാണ് എന്തായിട്ട് മാറുന്നത്? ഈ ഒരു കാർബോണിക് ആസിഡ് ആയിട്ട് മാറുന്നത്, H2CO3 ആയിട്ട് മാറുന്നത്. അലോഹ ഓക്സൈഡായ CO2 ജലവുമായി പ്രവർത്തിക്കുമ്പോൾ കാർബോണിക് ആസിഡ് ഉണ്ടാകും. അപ്പൊ എന്താണ്? CO2 എന്താണ്? ഒരു അലോഹ ഓക്സൈഡ് ആണ്. അത് ജലവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ കാർബോണിക് ആസിഡ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ. ഇനി ഇതുപോലെ സൾഫർ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ SO2 വാതകം ജലത്തിൽ ലയിച്ച് ആസിഡ് ഉണ്ടാകുന്ന പ്രവർത്തനത്തിന്റെ രാസസമവാക്യം പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇവിടെ കിട്ടുന്നത്? സൾഫ്യൂറസ് ആസിഡ് H2SO3, അതായത് സൾഫ്യൂറസ് ആസിഡ് ആണ് കിട്ടുന്നത്. അപ്പൊ എന്താണ് രാസസമവാക്യം? SO2 അതുപോലെ ജലത്തിൽ ലയിക്കുകയാണ് അല്ലെ, അതുപോലെ H2O വരും. SO2 + H2O എന്താണ്? H2SO3 ആയി മാറാം, സൾഫ്യൂറസ് ആസിഡ് ആയിട്ട് മാറാം കേട്ടോ. നോക്കാം, H2SO3 ആണ്. അലോഹങ്ങൾ ഓക്സിജനുമായി പ്രവർത്തിച്ച് ഓക്സൈഡുകൾ ഉണ്ടാകുന്നു മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ചില അലോഹങ്ങളും അവയുടെ പ്രധാനപ്പെട്ട ഓക്സൈഡുകളും ചുവടെ പട്ടികയിൽ നൽകിയിരിക്കുന്നു. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ കാർബന്റെ പ്രധാനപ്പെട്ട ഓക്സൈഡ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് CO2, നൈട്രജന്റേത് നൈട്രജൻ ഡൈ ഓക്സൈഡ് NO2, ഫോസ്ഫറസിന്റേതോ ഫോസ്ഫറസ് പെന്റോക്സൈഡ് അതായത് P2O5 ആണ് കേട്ടോ. ഫോസ്ഫറസ് പെന്റോക്സൈഡ് ആണ്. ഫോസ്ഫറസ് പെന്റോക്സൈഡ് ഇല്ലേ. അടുത്തത് സൾഫർ ട്രൈ ഓക്സൈഡ് ആണ് കേട്ടോ. SO3 ആണ്, സൾഫർ ട്രൈ ഓക്സൈഡ്. ഇതൊക്കെ എന്താണ്? പ്രധാനപ്പെട്ട അലോഹങ്ങളും അതുപോലെ അവയുടെ പ്രധാനപ്പെട്ട ഓക്സൈഡുകളാണ്. ഇനി ഇവിടെ അടുത്തതായിട്ട് പട്ടികയിൽ നൽകിയിരിക്കുന്ന ഓക്സൈഡുകൾ ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ആസിഡുകളുടെ രാസസൂത്രം, രാസനാമം എന്നിവ എഴുതാനാണ്. ഓക്കെ. ഇവിടെ എന്താണ്? നൈട്രജൻ ഡൈ ഓക്സൈഡ് ഇല്ലേ. നൈട്രജൻ ഡൈ ഓക്സൈഡ് എന്താണ്? ജലവുമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടാകുന്ന ആസിഡിന്റെ രാസസൂത്രം എന്താണ്? നൈട്രജൻ ഡൈ ഓക്സൈഡ് HNO3, അതായത് HNO3 എന്താണ്? നൈട്രിക് ആസിഡ് ആണ് രാസനാമം, നൈട്രിക് ആസിഡ്. ഇനി അടുത്തത് എന്താണ്? ഫോസ്ഫറസ് പെന്റോക്സൈഡ് അതായത് P2O5 ജലത്തിൽ ലയിക്കുമ്പോൾ എന്താ? ജലവുമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടാകുന്ന ആസിഡിന്റെ പേരെന്താണ്? H3PO4 ആണ് വരിക. H3PO4 എന്ത് ആസിഡ് ആണ്? ഫോസ്ഫോറിക് ആസിഡ് ആണ്. ഫോസ്ഫോറിക് ആസിഡ്. ഇനി സൾഫർ ഡ്രൈ ഓക്സൈഡ് അതായത് സൾഫർ ട്രൈ ഓക്സൈഡ് SO3 ജലവുമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടാകുന്ന ആസിഡ് ഏതാണ്? H2SO4 ആണ് കേട്ടോ. H2SO4 എന്താണ്? സൾഫ്യൂരിക് ആസിഡ്. അലോഹ ഓക്സൈഡുകൾ ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന പദാർത്ഥങ്ങൾ സാധാരണയായി ആസിഡിക് സ്വഭാവം കാണിക്കുന്നു. അലോഹ ഓക്സൈഡുകൾ ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന പദാർത്ഥങ്ങൾ സാധാരണയായി ആസിഡിക് സ്വഭാവം കാണിക്കുന്നു. ഇനി ഇവിടെ ആസിഡ് റെയിൻ അല്ലെങ്കിൽ അമ്ലമയെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. CO2, SO2, NO2, കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ് എന്നിവ അലോഹ ഓക്സൈഡുകളാണ്. പൊതുവെ അലോഹ ഓക്സൈഡുകൾ ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന പദാർത്ഥങ്ങൾ അസിഡിക് സ്വഭാവം കാണിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഫാക്ടറികൾ, മോട്ടോർ വാഹനങ്ങൾ, താപവൈദ്യുത നിലയങ്ങൾ എന്നിവ അധികമുള്ള സ്ഥലങ്ങളിൽ വായു മലിനീകരണ സാധ്യത വളരെ കൂടുതലാണ്. അത്തരം മേഖലകളിൽ SO2, NO2 പോലുള്ള വാതകങ്ങൾ ധാരാളമായി അന്തരീക്ഷ വായുവിൽ എത്തിച്ചേരുന്നു. ഇത്തരം വാതകങ്ങൾ മഴവെള്ളത്തിൽ ലയിച്ച് ആസിഡുകളായിട്ട് ഭൂമിയിലേക്ക് എത്തുന്നു. ഇതാണ് അമ്ലമയ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ അമ്ലമയക്ക് കാരണമാകുന്ന എന്താണ്? ഓക്സൈഡുകൾ ഏതാണ്? SO2 ഉം NO2 ഒക്കെ ആണ് കേട്ടോ. ഓക്കെ. അമ്ലമയയുടെ ചിത്രമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അമ്ലമായ ഇലകളെ നശിപ്പിക്കുന്നത് കാരണം പ്രകാശ സംശ്ലേഷണത്തിലൂടെ അന്നജം നിർമ്മിക്കാനുള്ള സസ്യങ്ങളുടെ കഴിവ് കുറയുന്നു. അമ്ലമയം മൂലം ജലസ്രോതസ്സുകളിൽ അസിഡിറ്റി കൂടുന്നതിനാൽ മത്സ്യങ്ങളുടെയും പവിഴപ്പുറ്റുകളുടെയും നാശത്തിന് കാരണമാകുന്നു. അമ്ലം മണ്ണിലെ ലവണമായും ലോഹധാതുക്കളുമായും പ്രവർത്തിക്കുന്നു. ഇങ്ങനെ നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് അമ്ലമയ കാരണമാകുന്നുണ്ട്. ഇനി ഫോസിൽ ഇന്ധനങ്ങളുടെ അമിത ഉപയോഗം കുറയ്ക്കുക, ഫോസിൽ ഇന്ധനങ്ങൾ ശുദ്ധീകരിച്ചെടുക്കുന്ന പ്രക്രിയക്കിടെ സൾഫർ സംയുക്തങ്ങൾ പരമാവധി നീക്കം ചെയ്യുക എന്നീ മുൻകരുതലുകളിലൂടെ അമ്ലമയം ഉണ്ടാകുന്ന സാഹചര്യം ഇല്ലാതാക്കുവാനും അമ്ലമയം ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മറികടക്കാനും കഴിയും. ഓക്കെ. അപ്പൊ അമ്ലമയക്ക് കാരണമാകുന്നത് ഏതൊക്കെ അലോഹ ഓക്സൈഡുകളാണ്?
SO2, NO2 അതുപോലെ CO2 ട്ടോ. അടുത്തത് ബേസുകളാണ് ഇനി പഠിക്കാൻ. അപ്പൊ ഇത്രയും നമ്മൾ ആസിഡുകളാണ് നോക്കിയത്. അടുത്തത് ബേസ് ആണ് ട്ടോ. ബേസുകൾ പൊതു സ്വഭാവങ്ങൾ മുൻ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്തൊക്കെയായിരുന്നു? ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നുണ്ട്. അതുപോലെ എന്താണ്? കാരരുചിയുള്ളവയാണ് അല്ലെ. മറ്റേത് പുളിരുചിയിലാണെങ്കിൽ ബേസ് ആസിഡ് പുളിരുചിയാണെങ്കിൽ എന്താ ബേസുകൾക്ക് എന്താണ്? കാരരുചിയാണുള്ളത്. രുചിയാണ്. ഇനി ഇവിടെ ഒരു പ്രവർത്തന കൊടുത്തത് എന്താണ്? നന്നായി ഉരച്ച് വൃത്തിയാക്കിയ മെഗ്നീഷ്യം റിബൺ കത്തിക്കുക, നിരീക്ഷണം രേഖപ്പെടുത്തുക, ലഭിച്ച വെളുത്ത പൊടി എന്തായിരിക്കും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്? നമുക്കറിയാം മെഗ്നീഷ്യം റിബൺ കത്തുന്ന പ്രവർത്തനത്തിൽ എന്താണ്? മെഗ്നീഷ്യം റിബൺ വായുവിൽ തിളക്കമുള്ള വെളുത്ത പ്രകാശത്തോടെയാണ് കത്തുന്നത് കേട്ടോ. എങ്ങനെയാണ്? വായുവില് തിളക്കമുള്ള വെളുത്ത പ്രകാശത്തോടെയാണ് കത്തുന്നത്. ഈ ഒരു വെളുത്ത പൊടി എന്താണ്? ഇത് മെഗ്നീഷ്യം ഓക്സൈഡ് ആണ് കേട്ടോ. ഇവിടെ ലഭിക്കുന്നത് മെഗ്നീഷ്യം ഓക്സൈഡ് ആണ്. ഇവിടെ ലഭിക്കുന്നത് MgO, മെഗ്നീഷ്യം ഓക്സൈഡ് ആണ് ലഭിക്കുന്നത്. മെഗ്നീഷ്യം വായുവിലെ ഓക്സിജനുമായി ചേർന്ന് മെഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാവുക ചെയ്യുന്നത്. അപ്പൊ മെഗ്നീഷ്യം വായുവിലുള്ള ഓക്സിജനുമായിട്ട് ചേർന്ന് മെഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാവുക ചെയ്യുന്നത്. ഇനി ഇവിടെ ഒരു എക്സ്പെരിമെന്റ് ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അതായത് ഒരു ബീക്കറിലെ ജലത്തിൽ അല്പം നീറ്റുകക്ക അല്ലെങ്കിൽ കാൽസ്യം ഓക്സൈഡ് ചേർത്ത് ഇളക്കുക. ബീക്കറിൽ നിന്ന് അല്പം തെളിഞ്ഞ ലായനി ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്ത് അതിലേക്ക് ഒരു തുള്ളി ചുവന്ന ലിറ്റ്മസ് ലായനി ചേർക്കുക. എന്താണ് നിരീക്ഷിച്ചത്? ഇവിടെ എന്താണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ലായനി ചേർത്തിട്ടുണ്ടെങ്കിൽ എന്തായിട്ട് മാറും? അത് നീല നിറമായിട്ട് മാറും കേട്ടോ. നീല നിറമായിട്ട് മാറും. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? കാൽസ്യം ഓക്സൈഡ് ജലവുമായിട്ട് പ്രവർത്തിച്ച് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ അത് ബേസിക് സ്വഭാവമാണുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ചുവന്ന ലിറ്റ്മസ് ലായനി ചേർക്കുമ്പോൾ നീല നിറമായിട്ട് മാറാണ്. അതുകൊണ്ട് തന്നെ ബേസിക് സ്വഭാവമാണ് ഉള്ളത്. ബേസ് സ്വഭാവമാണുള്ളത്. ഓക്കെ. ഇനി കാൽസ്യം ഓക്സൈഡ് ജലവുമായി പ്രവർത്തിച്ചുണ്ടായ പദാർത്ഥം ഏതാണ്? പ്രവർത്തനത്തിന്റെ രാസസമവാക്യം പൂർത്തിയാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് കാൽസ്യം ഓക്സൈഡ് ജലവുമായി പ്രവർത്തിച്ച്? നമുക്കറിയാം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണല്ലേ ഉണ്ടാവുന്നത്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് അതായത് CaO plus H2O equal C. കാൽസ്യം ഹൈഡ്രോക്സൈഡിന് എന്താണ് രാസനാമം? CaOH2 ആണ് കേട്ടോ. കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഇനി CaO അല്ലെങ്കിൽ MgO ഇവ ലോഹ ഓക്സൈഡുകളാണോ അതോ അലോഹ ഓക്സൈഡുകൾ? CaO എന്ന് പറഞ്ഞാൽ എന്താണ്? കാൽസ്യം ഓക്സൈഡ് ആണ് അല്ലെ. MgO മെഗ്നീഷ്യം ഓക്സൈഡ് ആണ്. ഇത് രണ്ടും എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഇത് ലോഹ ഓക്സൈഡുകളാണോ അല്ലെങ്കിൽ അലോഹ ഓക്സൈഡുകളാണോ? അപ്പൊ കാൽസ്യം ഓക്സൈഡ് അല്ലെങ്കിൽ CaO എന്താണ്? ഇതൊരു ലോഹ ഓക്സൈഡ് ആണ് കേട്ടോ. അതായത് കാൽസ്യം ഒരു ലോഹ ആയതുകൊണ്ട് ഇത് ലോഹ ഓക്സൈഡ് ആണ്. എന്നാൽ മെഗ്നീഷ്യം ഓക്സൈഡോ? ഇത് ഒരു ലോഹ ഓക്സൈഡ് തന്നെയാണ്. മെഗ്നീഷ്യവും ഒരു ലോഹമായതുകൊണ്ട് ലോഹ ഓക്സൈഡ് ആണ്. ലോഹ ഓക്സൈഡുകൾ പൊതുവെ ബേസിക് സ്വഭാവം കാണിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്. ലോഹ ഓക്സൈഡുകൾ പൊതുവെ ബേസിക് സ്വഭാവം കാണിക്കുന്നു. ജലത്തിൽ ലയിക്കുന്ന ബേസുകളാണ് ആൽക്കലികൾ. ജലത്തിൽ ലയിക്കുന്ന ബേസുകൾ എന്നാണ് ആൽക്കലികൾ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ലോഹ ഓക്സൈഡുകൾ പൊതുവെ എന്താണ്? ബേസിക് സ്വഭാവമാണ് കാണിക്കുന്നത്. ജലത്തിൽ ലയിക്കുന്ന ബേസുകളാണ് ആൽക്കലികൾ. സോഡിയം ഹൈഡ്രോക്സൈഡ് ജലത്തിൽ ലയിക്കുമ്പോൾ നടക്കുന്ന പ്രവർത്തനത്തിന്റെ രാസ സമവാക്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് കേട്ടോ. സോഡിയം ഹൈഡ്രോക്സൈഡ് സോഡിയം അതുപോലെ OH മൈനസ് രണ്ട് Na+ഉം OH മൈനസും രണ്ടായിട്ടാണ്, രണ്ട് അയോണുകളായിട്ടാണ് വരുന്നത്. അതായത് ഹൈഡ്രോക്സൈഡ് അയോൺ. OH എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ്രോക്സൈഡ് അയോൺ ആണ് കേട്ടോ. ഇനി ഇവിടെ സൈഡിലായിട്ട് കൊടുത്തത് നോക്കാം. എല്ലാ ബേസുകളും ആൽക്കലികളല്ല. ജലത്തിൽ ലയിക്കുന്ന ബേസുകളാണ് ആൽക്കലികൾ. NaOH, KOH, CaOH2 എന്നിവ ആൽക്കലികളാണ്. എന്നാൽ FeOH3, MgOH2 എന്നിവ ബേസുകളാണെങ്കിലും ജലത്തിൽ ലയിക്കാത്തതിനാൽ അവയെ ആൽക്കലികളായി കണക്കാക്കുന്നില്ല. അപ്പൊ ഇവിടെ എന്താ പറയുക? FeOH3 അതായത് അയൺ ഹൈഡ്രോക്സൈഡ് അല്ലെ. അയൺ ഹൈഡ്രോക്സൈഡ് അതുപോലെ MgOH2 മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഇവയൊക്കെ എന്താണ്? ബേസുകളാണെങ്കിലും ഇത് ജലത്തിൽ ലയിക്കാത്തതിനാൽ ഇവയെ ആൽക്കലികളായിട്ട് കണക്കാക്കുന്നില്ല എന്നാ പറഞ്ഞു കേട്ടോ. ഇതൊന്നും ആൽക്കലികളല്ല. ബേസുകളാണെങ്കിലും ആൽക്കലികളല്ല. എങ്ങനെയാ ആൽക്കലികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ജലത്തിൽ ലയിക്കുന്ന ബേസുകളാണ് ആൽക്കലികൾ കേട്ടോ.
ഇനി അടുത്തത് ലോഹ ഓക്സൈഡുകൾ പൊതുവെ ബേസിക് സ്വഭാവം കാണിക്കുന്നവയാണ്. എന്നാൽ ചുരുക്കം ചില ഓക്സൈഡുകൾക്ക് ആസിഡിന്റെയും ബേസിന്റെയും സ്വഭാവമുണ്ട്. ഇവയെ ആംഫോട്ടറിക് ഓക്സൈഡുകൾ എന്ന് വിളിക്കും. എന്താണ് ആംഫോട്ടറിക് ഓക്സൈഡുകൾ എന്ന് പറഞ്ഞാല് അതായത് ബേസിന്റെയും ആസിഡിന്റെയും സ്വഭാവം കാണിക്കുന്നവയാണ് ആംഫോട്ടറിക് ഓക്സൈഡുകൾ എന്ന് വിളിക്കുന്നത്. ഇവയ്ക്ക് ആസിഡുമായും ബേസുകളുമായും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ സാധിക്കും. ഉദാഹരണം എന്താണ്? Al2O3 അതുപോലെ ZnO. എന്താണ് Al2O3 എന്ന് പറഞ്ഞാൽ എന്താ? അലൂമിനിയം ഓക്സൈഡ് ആണ് കേട്ടോ. അലൂമിനിയം ഓക്സൈഡും ZnO സിങ്ക് ഓക്സൈഡും. ഇവയ്ക്ക് എന്താണ്? ആംഫോട്ടറിക് ഓക്സൈഡിന് എക്സാമ്പിൾ ആണ്. ഇനി അസിഡിക് സ്വഭാവമോ ബേസിക് സ്വഭാവമോ ഇല്ലാത്ത ഓക്സൈഡുകളാണ് ന്യൂട്രൽ ഓക്സൈഡുകൾ. ന്യൂട്രൽ ഓക്സൈഡ് എന്താണ്? അസിഡ് സ്വഭാവം ബേസിക് സ്വഭാവം ഇല്ലാത്തവ എന്താണ്? ന്യൂട്രൽ ഓക്സൈഡുകൾ എന്നാണ് പറയുന്നത്. CONO കേട്ടോ. എന്താ CONO പറഞ്ഞിട്ടുണ്ടെങ്കിൽ CO എന്നാണ് കാർബൺ മോണോക്സൈഡ് ആണ്. NO നൈട്രിക് ഓക്സൈഡ് ആണ് കേട്ടോ. കാർബൺ മോണോക്സൈഡും നൈട്രിക് ഓക്സൈഡും ഇവയൊക്കെ എന്താണ്? ന്യൂട്രൽ ഓക്സൈഡുകളാണ്. അപ്പൊ ഒന്നും കൂടെ പറയാം. 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. എന്തൊക്കെ കാര്യങ്ങളാണ്? ആൽക്കലികളിലെ അപ്പൊ ആൽക്കലികൾ എന്താവണം? ജലത്തിൽ ലയിക്കുന്ന ബേസുകളാണ് ആൽക്കലികൾ. ഇനി എന്താണ്? ബേസുകളാണെങ്കിൽ ഈ ഒരു FeOH3 MgOH2 ഒക്കെ എന്താണ്? ബേസുകളാണെങ്കിലും ആൽക്കലികളല്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. ജലത്തിൽ ലയിക്കാത്തതിനാൽ ഇവയൊന്നും ആൽക്കലികളല്ല. അടുത്തത് നമ്മൾ ആംഫോട്ടറിക് ഓക്സൈഡുകളാ പറഞ്ഞത്. എന്താണ്? ലോഹ ഓക്സൈഡുകൾ പൊതുവെ ബേസിക് സ്വഭാവം കാണിക്കുന്നവയാണ്. എന്നാൽ ചില ലോഹ ഓക്സൈഡുകൾ എന്താണ്? ആസിഡിന്റെയും ബേസിന്റെയും സ്വഭാവം കാണിക്കാറുണ്ട്. ഇവയാണ് ആംഫോട്ടറിക് ഓക്സൈഡുകൾ എന്ന് വിളിക്കുന്നത്. Al2O3 ZnO ഒക്കെ എന്താണ്? അതായത് അലൂമിനിയം ഹൈഡ്രോക്സൈഡും അതുപോലെ സിങ്ക് ഓക്സൈഡും അലൂമിനിയം ഹൈഡ്രോക്സൈഡും സിങ്ക് ഓക്സൈഡും ഒക്കെ എന്താണ്? ഇതൊക്കെ ആംഫോട്ടറിക് ഓക്സൈഡ് ആണ്. അതുപോലെ എന്താണ് നമ്മൾ പറഞ്ഞത്? ന്യൂട്രൽ ഓക്സൈഡുകൾ, അതായത് ആസിഡിക് സ്വഭാവമോ ബേസിക് സ്വഭാവമോ ഇല്ലാത്ത ഓക്സൈഡുകളാണ് ന്യൂട്രൽ ഓക്സൈഡുകൾ. അതായത് കാർബൺ മോണോക്സൈഡും നൈട്രിക് ഓക്സൈഡും ഒക്കെ. ഓക്കെ, ഇതൊക്കെ എന്താണ്? ന്യൂട്രൽ ഓക്സൈഡുകളാണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ജലീയ ലായനിയിൽ ഹൈഡ്രോക്സൈഡ് അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആൽക്കലികൾ. ഇപ്പൊ ജലീയ ലായനിയിൽ ഹൈഡ്രോക്സൈഡ് അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണിത് ആൽക്കലികൾ. ചില ആൽക്കലികൾ സാധാരണയായി അറിയപ്പെടുന്ന പേരുകൾ അവയുടെ രാസനാമവും രാസസൂത്രവുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ചില ആൽക്കലികളാണ് കൊടുത്തത്, നോക്കാം. ഫസ്റ്റ് എന്താണ്? കാസ്റ്റിക് സോഡ. കാസ്റ്റിക് സോഡയുടെ രാസനാമം സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നാണ്. രാസസൂത്രം NaOH ആണ് കേട്ടോ. NaOH എന്താ? സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇനി മിൽക്ക് ഓഫ് ലൈം എന്ന് അറിയപ്പെടുന്നത് എന്താണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡിനെയാണ്, അതായത് CaOH2. ഇനി കാസ്റ്റിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. KOH ആണ് കേട്ടോ. KOH. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് NaOH, KOH, CaOH2 എന്നിവ ആൽക്കലികളാണ്. ഇവയൊക്കെ എന്താണ്? ആൽക്കലികളാണ്. അടുത്ത ഹെഡിങ് ആണ് നിർവീരീകരണ പ്രവർത്തനം. ഇവിടെ എന്താണ്? ഒരുപാട് എക്സ്പെരിമെന്റ്സ് ആണ് കേട്ടോ പറയുന്നത്. നമുക്ക് ഇതിന്റെ ഫൈൻഡിങ്സ് നോക്കാം. എന്താണ് ഇതിലൂടെ പഠിക്കാനുള്ളത്? ആസിഡും ബേസും തമ്മിൽ പ്രവർത്തിച്ച് അവയുടെ ഗുണങ്ങൾ നഷ്ടപ്പെട്ട് ജലവും ലവണവും ഉണ്ടാകുന്ന രാസപ്രവർത്തനം നിർവീരീകരണ പ്രവർത്തനം എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്നറിയപ്പെടുന്നു. എന്താ പറഞ്ഞത്? ആസിഡും ബേസും തമ്മിൽ പ്രവർത്തിച്ച് അവയുടെ ഗുണങ്ങൾ നഷ്ടപ്പെട്ട് ജലവും ലവണവും ഉണ്ടാകുന്ന രാസപ്രവർത്തനത്തെയാണ് എന്ത്? നിർവീരീകരണ പ്രവർത്തനം അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്നറിയപ്പെടുന്നത്. നമ്മുടെ ആമാശയത്തിൽ ഉണ്ടാകുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഹാരത്തിന്റെ ദഹനത്തെ സഹായിക്കുന്നുണ്ട്. ഈ ആസിഡ് അംശം കൂടിയാൽ വയറെരിച്ചിൽ, പൊളിച്ചു തികട്ടൽ എന്നിവ ഉണ്ടാകും. ആമാശയത്തിലെ അസിഡിറ്റി കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ് അന്റാസിഡുകൾ. അന്റാസിഡ്സ്. മിൽക്ക് ഓഫ് മെഗ്നീഷ്യ എന്നറിയപ്പെടുന്ന മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഒരു അന്റാസിഡ് ആണ്. അന്റാസിഡിന്റെ എക്സാമ്പിൾ ആണ് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് കേട്ടോ. മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഒരു അന്റാസിഡ് ആണ്. എന്താ അന്റാസിഡുകൾ എന്ന് പറഞ്ഞിട്ടുള്ളത്? ആമാശയത്തിലെ അസിഡിറ്റി കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഔഷധങ്ങളെയാണ് അന്റാസിഡുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഇതിന് മിൽക്ക് ഓഫ് മെഗ്നീഷ്യ എന്നറിയപ്പെടുന്ന മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് സർവ്വസാധാരണമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അന്റാസിഡ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആമാശയത്തിൽ ഉണ്ടാകുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് കേട്ടോ. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് pH മൂല്യം. മണ്ണിന്റെയും മറ്റ് പദാർത്ഥങ്ങളുടെയും അസിഡിക് അല്ലെങ്കിൽ ബേസിക് സ്വഭാവത്തിന്റെ തോത് നിർണ്ണയിക്കുന്നത് അവയുടെ pH മൂല്യം കണക്കാക്കിയാണ്. ഡാനിഷ് ശാസ്ത്രജ്ഞനായ സോറൻസൺ
ആണ് pH സ്കെയിൽ ആവിഷ്കരിച്ചത്. അപ്പൊ ആരാണ്? ഡാനിഷ് ശാസ്ത്രജ്ഞനായിട്ടുള്ള സോറൻസൺ ആണ് ട്ടോ. സോറൻസൺ ആണ് pH സ്കെയിൽ ആവിഷ്കരിച്ചത്. ലായനിയിലെ H+ അയോണിന്റെ ഗാഢത അടിസ്ഥാനമാക്കിയാണ് ഈ സ്കെയിൽ രൂപപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ് നമ്മൾ പറഞ്ഞു, ലായനിയിലെ H+ അയോണിന്റെ ഗാഢത അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു സ്കെയിൽ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ആരാണ്? ഡാനിഷ് ശാസ്ത്രജ്ഞനായ സോറൻസൺ ആണ്. ഓക്കെ. അപ്പൊ എന്തിനാണിത്? മണ്ണിന്റെയും മറ്റു പദാർത്ഥങ്ങളിലേക്ക് അസിഡിക് അല്ലെങ്കിൽ ബേസിക് സ്വഭാവത്തിന്റെ തോത് നിർണ്ണയിക്കുന്നത് ഈ ഒരു pH മൂല്യം കണക്കാക്കിയിട്ടാണ്. ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ, പല കളറിലായിട്ട് 1 മുതൽ 14 വരെ കൊടുത്തിട്ടുണ്ട്. ഓരോന്നിനും എന്താണ്, ഓരോ കളറാണ് അല്ലെ. ഇവിടെ എന്താണ്? നിർവീര്യ അല്ലെങ്കിൽ ന്യൂട്രൽ ലായനിയുടെ pH മൂല്യം എത്രയാണെന്നാണ് കേട്ടോ. ന്യൂട്രൽ ലായനിയുടെ pH മൂല്യം 7 ആണ് കേട്ടോ. 7. pH മൂല്യം എയിൽ കൂടിയ ലായനികൾ ഏത് സ്വഭാവമാണ് കാണിക്കുന്നത്? ഏത് സ്വഭാവമാണ്? ബേസ് ആണ് കേട്ടോ. ബേസ് ആണ്. pH മൂല്യം എയിൽ കുറഞ്ഞ ലായനികള് ആസിഡ് സ്വഭാവമാണ് കാണിക്കുന്നത്. ആസിഡ് സ്വഭാവം അല്ലെങ്കിൽ അമ്ല സ്വഭാവം കേട്ടോ. അമ്ലം. pH പേപ്പർ, pH ലായനി, pH മീറ്റർ എന്നിവയുടെ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് വ്യത്യസ്ത ലായനികളുടെ pH മൂല്യം കണ്ടെത്തി താരതമ്യം ചെയ്യാൻ കഴിയും. pH കാണേണ്ട ലായനിയിൽ pH പേപ്പർ മുക്കിയെടുക്കുകയോ ഒരു തുള്ളി pH ലായനി ചേർക്കുകയോ ചെയ്യുക. രൂപപ്പെടുന്ന നിറം pH കളർ ചാർട്ടുമായിട്ട് താരതമ്യം ചെയ്ത് ലായനിയുടെ pH മൂല്യം കണ്ടുപിടിക്കാം. ഇങ്ങനെയാണ് pH മൂല്യം കണ്ടുപിടിക്കുന്നത്. അപ്പൊ എന്തൊക്കെ pH പേപ്പർ യൂസ് ചെയ്യുമ്പോൾ pH ലായനി, pH മീറ്റർ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു ന്യൂട്രൽ ലായനി, അതായത് ആസിഡും ബേസും അല്ലാതെ ന്യൂട്രൽ ലായനിയുടെ pH മൂല്യം A ആയിരിക്കും. ഇനി എന്താണ്? ആസിഡ് സ്വഭാവമുള്ളത് എന്തായിരിക്കും? pH എയിൽ കുറഞ്ഞതായിരിക്കും. അതുപോലെ എന്താണ്? ബേസ് സ്വഭാവം ഉള്ളത് pH എയിൽ കൂടിയതായിരിക്കും കേട്ടോ. ഇനി ഇവിടെ ചുവടെ തന്നിട്ടുള്ള പദാർത്ഥങ്ങളുടെ pH മൂല്യം pH പേപ്പർ ഉപയോഗിച്ച് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തത് നോക്കാം. എന്തൊക്കെയാണ്? ഫസ്റ്റ് തന്നെ നാരങ്ങാനീര് കൊടുത്തിട്ടുണ്ട് അല്ലെ. നാരങ്ങാനീര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നാരങ്ങാനീരിലെ pH മൂല്യം എത്രയാണെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? 2 to 3, 2 മുതൽ 3 വരെയാണ് കേട്ടോ. 2 മുതൽ 3 വരെയാണ്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതൊക്കെ എക്സാമിന് വരുന്നതാണ്. 2 മുതൽ 3 വരെയാണ്. ആസിഡ് ആണോ? ആസിഡ് ആണ്, നമുക്കറിയാം ആസിഡ് ആണ്. ഓക്കെ, ആസിഡിക് ആണ്. ഇനി നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡോ? നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും 1 മുതൽ 2 വരെയാണുള്ളത്. ഇതും അസിഡിക് സ്വഭാവമാണുള്ളത്. ഇനി ജലത്തിന് നമുക്കറിയാം ന്യൂട്രൽ ആണ് അല്ലെ. ആസിഡ് അല്ല, ബേസും അല്ല. A ആയിരുന്നുള്ളത്. ആസിഡ്, ബേസ് ന്യൂട്രൽ ആണ്. ഇനി ഉപ്പിലായനിയോ? ഉപ്പിലായനിയും A ആണ് കേട്ടോ. ന്യൂട്രൽ ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയോ? 13 മുതൽ 14 വരെയാണ് കേട്ടോ. സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി നമുക്കറിയാം ബേസിക് സ്വഭാവമാണ് കേട്ടോ. ബേസിക് സ്വഭാവം. ഇനി അടുത്തത് സോപ്പ് ലായനിയോ? 9 മുതൽ 10 വരെയാണ് കേട്ടോ. എന്താണ്? ഇതും ബേസിക് സ്വഭാവമാണ്. ഓക്കെ. pH മൂല്യം കൂടുന്നതിനനുസരിച്ച് ആസിഡിക് സ്വഭാവമാണ് ബേസിക് സ്വഭാവമാണ് കൂടുന്നത്. നമുക്കറിയാം ബേസിക് സ്വഭാവമാണ് അല്ലെ. കാർഷിക വിളകളുടെ ശരിയായ വളർച്ചയെ സ്വാധീനിക്കുന്ന ഒന്നാണ് മണ്ണിന്റെ pH. ചില വിളകൾക്ക് ആസിഡിക് സ്വഭാവമുള്ള മണ്ണാണ് യോജിച്ചതെങ്കിൽ മറ്റു ചിലതിന് ബേസിക് സ്വഭാവമുള്ള മണ്ണാണ് യോജിച്ചത്. ഒരു പ്രദേശത്തെ മണ്ണ് കാർഷിക വിളകൾക്ക് യോജിച്ചതാണെന്ന് pH പരിശോധന വഴി ഉറപ്പുവരുത്തേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലായല്ലോ എന്ന് പറയുന്നുണ്ട്. ഇനി അസിഡിക് സ്വഭാവം കൂടുതലുള്ള മണ്ണിന്റെ അസിഡിക് സ്വഭാവം കുറയ്ക്കുന്നതിനായിട്ട് കുമ്മായം ചേർക്കാറുണ്ട്. അതുപോലെ മണ്ണിന്റെ ബേസിക് സ്വഭാവം കുറയ്ക്കുന്നതിനായിട്ട് അസിഡിക് സ്വഭാവമുള്ള അമോണിയം സൾഫേറ്റ്, അലൂമിനിയം സൾഫേറ്റ് എന്നീ പദാർത്ഥങ്ങൾ മണ്ണിൽ ചേർക്കാറുണ്ട്. ഓക്കെ. അസിഡിക് സ്വഭാവം എന്താണ്? അതായത് അസിഡിക് സ്വഭാവം കൂടുതലുള്ള മണ്ണിന്റെ അസിഡിക് സ്വഭാവം കുറയ്ക്കാൻ എന്താണ്? കുമ്മായം ചേർക്കുന്നത് കേട്ടോ. അതുപോലെ ബേസിക് സ്വഭാവം കൂടുതലുള്ളതിനെ അത് കുറയ്ക്കാനായിട്ടാണ് നമ്മൾ അമോണിയം സൾഫേറ്റും അലൂമിനിയം സൾഫേറ്റും യൂസ് ചെയ്യുന്നത്. അടുത്ത ഹെഡിംഗ് ആണ് ലവണങ്ങൾ അല്ലെങ്കിൽ സാൾട്ട്സ്. സോഡിയം ഹൈഡ്രോക്സൈഡും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഏതെല്ലാം കൊടുത്തിട്ടുണ്ട്. സോഡിയം ഹൈഡ്രോക്സൈഡും അതുപോലെ HCl ഹൈഡ്രോക്ലോറിക് ആസിഡും ഇവ രണ്ടും കൂടി പ്രവർത്തിച്ചിട്ടുണ്ടാവുന്ന ഉൽപ്പന്നങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതെല്ലാമാണ്? NaCl ആണ് കേട്ടോ. NaCl-ഉം അതുപോലെ പിന്നെ H2O ജലവുമാണ് ഉണ്ടാവുന്നത്. ഓക്കെ. ഇതാണ് സോഡിയം ക്ലോറൈഡും ജലവുമാണ് ഉണ്ടാവുന്ന ഉൽപ്പന്നങ്ങൾ. ഇവിടെ ആസിഡിന്റെ പൊതുഘടകവും ആൽക്കലിയുടെ പൊതുഘടകവും സംയോജിക്കുമ്പോൾ ഉണ്ടായ ഉൽപ്പന്നം ഏതാണെന്നാണ്. ആസിഡിന്റെ പൊതുഘടകവും ആൽക്കലിയുടെ പൊതുഘടകവും സംയോജിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ഉൽപ്പന്നം ഏതാണ്? ജലമാണ് അല്ലെ. ജലമാണ് ഉണ്ടായിട്ടുള്ളത്. സോഡിയം ഹൈഡ്രോക്സൈഡിലെ പോസിറ്റീവ് അയോണും
ഹൈഡ്രോക്ലോറിക് ആസിഡിലെ നെഗറ്റീവ് അയോണും സംയോജിച്ചുണ്ടായ ഉൽപ്പന്നം ഏതാണ്? NaCl ആണ്. ഓക്കെ, ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതായത് സോഡിയം ഹൈഡ്രോക്സൈഡിലെ പോസിറ്റീവ് അയോൺ, അതായത് Na+ പോസിറ്റീവ് അയോണും അതുപോലെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡിലെ നെഗറ്റീവ് അയോണായ Cl- അയോണും ചേർന്ന് സോഡിയം ക്ലോറൈഡ് എന്ന ലവണം ഉണ്ടാവാണ് കേട്ടോ. സോഡിയം ക്ലോറൈഡ് എന്ന ലവണമാണ് ഇവിടെ ഉണ്ടാവുന്നത്. HCl-ഉം NaOH-ഉം തമ്മിൽ പ്രവർത്തിച്ചുണ്ടാകുന്ന സോഡിയം ക്ലോറൈഡ് ഒരു ലവണമാണ്. ഇതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു ലവണമാണ്. ലവണങ്ങൾ പൊതുവെ അയോണിക സംയുക്തങ്ങളാണ്. ലവണങ്ങൾ എന്താണ്? പൊതുവെ അയോണിക സംയുക്തങ്ങളാണ്. ഓക്കെ, ലവണങ്ങൾ പൊതുവെ അയോണിക സംയുക്തങ്ങളാണ്. ഇനി ഇവിടെ ഒരു എന്താണ് എക്സ്പെരിമെന്റ് ആണ് പറയുന്നത്. എന്താണ്? 5 ml കറിയുപ്പ് ലായനി ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക. അതിലേക്ക് 2 ml സിൽവർ നൈട്രേറ്റ് ലായനി ചേർക്കുക. നിങ്ങളുടെ പരീക്ഷണം സയൻസ് ഡയറിയിൽ കുറിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഇതിലൂടെ നിരീക്ഷിക്കാൻ പറ്റുന്നത്? ഈ ഒരു കറിയുപ്പിലെ അതായത് കറിയുപ്പ് എന്ന് പറയുന്നത് NaCl ആണ് അല്ലെ. അതായത് സോഡിയം ക്ലോറൈഡിലെ അയോണുകൾ സിൽവർ നൈട്രേറ്റിലെ സിൽവർ അയോണുകളുമായിട്ട് പ്രതികരിച്ച് വെള്ളത്തിൽ ലയിക്കാത്ത സിൽവർ ക്ലോറൈഡ് AgCl, വെള്ളത്തിൽ ലയിക്കാത്ത സിൽവർ ക്ലോറൈഡ് എന്ന വെളുത്ത അവക്ഷിപ്തം ഉണ്ടാകുന്നു എന്നാണ് ഇതിലൂടെയുള്ള നിരീക്ഷണം കേട്ടോ. അപ്പൊ ഇത് നോക്കാം. എന്താണ്? NaCl പ്ലസ് AgNO3. AgNO3 എന്ത് ചെയ്യാ? സിൽവർ നൈട്രേറ്റ് ആണ് കേട്ടോ. GNO3 എന്തൊക്കെ ആയിട്ടാണ് മാറുന്നത്? എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാകുന്നത്? AgCl-ഉം പ്ലസ് NaNO3 ആണ് ഉണ്ടാകുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ പൊട്ടാസ്യം ക്ലോറൈഡ് ലായനി, അമോണിയം ക്ലോറൈഡ് ലായനി, കാൽസ്യം ക്ലോറൈഡ് ലായനി, ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നിവ ഉപയോഗിച്ച് ഇതേ രീതിയിൽ പരീക്ഷണം ആവർത്തിക്കുക. നിരീക്ഷണം ഒരുപോലെയാണോ? ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? NaCl, KCl, NH4Cl, CaCl2 എന്നീ ലവണങ്ങളിലും ഹൈഡ്രോക്ലോറിക് ആസിഡിലും പൊതുവായി അടങ്ങിയിരിക്കുന്ന ക്ലോറൈഡ്, അതായത് Cl- അയോൺ സിൽവർ നൈട്രേറ്റുമായിട്ട് പ്രവർത്തിച്ച് സിൽവർ ക്ലോറൈഡിന്റെ വെളുത്ത അവക്ഷിപ്തം ഉണ്ടായതാണ് ഈ പരീക്ഷണങ്ങളിൽ നിരീക്ഷിക്കാൻ പറ്റിയെന്ന് കേട്ടോ. അപ്പൊ ഇവിടെ ഒരു വെളുത്ത അവക്ഷിപ്തമാണ് ഉണ്ടാവുന്നത്. അപ്പൊ ക്ലോറൈഡ് അയോൺ സിൽവർ നൈട്രേറ്റുമായി പ്രവർത്തിച്ച് സിൽവർ ക്ലോറൈഡിന്റെ വെളുത്ത അവക്ഷിപ്തം ഉണ്ടാകുന്നു. ഇനി ഇവിടെ നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡും H2SO4-ഉം മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് MgOH2-ഉം ലായനിയും തമ്മിലുള്ള പ്രവർത്തനത്തിന്റെ രാസസമവാക്യം പൂർത്തിയാക്കാനാണ് പറഞ്ഞത്. അപ്പൊ എന്താണ്? MgOH2 മഗ്നീഷ്യം എന്താ പറഞ്ഞിട്ടുള്ളത്? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും അതുപോലെ എന്താണ് സൾഫ്യൂരിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ചുണ്ടാവുന്ന ഈ ഒരു രാസസമവാക്യം പൂർത്തിയാക്കാനാണ്. അപ്പൊ എന്താണ് ഇവിടെ എഴുതാൻ പറ്റുന്നത്? MgOH2 പ്ലസ് H2SO4 MgSO4 ആണ് കേട്ടോ. MgSO4 പ്ലസ് 2H2O, അതായത് മഗ്നീഷ്യം സൾഫേറ്റും അതുപോലെ എന്താണ് ജലവുമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി ഇവിടെ കൊടുത്തത് ചുവടെ പട്ടികയിൽ നൽകിയിരിക്കുന്ന ലവണങ്ങൾ ലഭിക്കാൻ രാസപ്രവർത്തനത്തിന് വിധേയമാകേണ്ട ആസിഡ്, ആൽക്കലി അല്ലെങ്കിൽ ബേസ് എന്നിവ കണ്ടെത്തി എഴുതാനാണ് കേട്ടോ. അതായത് കാൽസ്യം സൾഫേറ്റ് ആയ ലവണം, അതായത് CaSO4 എന്നാണ് കാൽസ്യം സൾഫേറ്റിന്റെ രാസസൂത്രം. ഇതുണ്ടാകാൻ ആവശ്യമായിട്ടുള്ള ആസിഡിന്റെയും അല്ലെങ്കിൽ ആൽക്കലി അല്ലെ ബേസും ഇവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കാൽസ്യം സൾഫേറ്റിന് എന്തൊക്കെയാണ്? ആസിഡ് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ് അല്ലെ. സൾഫ്യൂരിക് ആസിഡ് അതായത് H2SO4-ഉം ഇനി ആൽക്കലി ബേസ് എന്താണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് കേട്ടോ. കാൽസ്യം ഹൈഡ്രോക്സൈഡ് CaOH2 ആൽക്കലി ആയിട്ട്. ഓക്കെ, ഇനി അലൂമിനിയം സൾഫേറ്റിലോ? അലൂമിനിയം സൾഫേറ്റിന്റെ രാസസൂത്രം എന്താ? Al2SO4 ആണ്. അതിലെ ആസിഡ് എന്താണ്? നമുക്കറിയാം സൾഫ്യൂരിക് ആസിഡ് തന്നെയാണ് അല്ലെ. H2SO4 ആണ്. അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആണ്. എന്ത് ഇവിടെയുള്ള ബേസ്. ഇനി അടുത്തത് സോഡിയം സൾഫേറ്റ്. സോഡിയം സൾഫേറ്റിലും ആസിഡ് H2SO4 സൾഫ്യൂരിക് ആസിഡ് തന്നെയാണ് വരുന്നത്. ആൽക്കലി അല്ലെങ്കിൽ ബേസ് എന്താണ് ഇവിടെ? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് കേട്ടോ. NaOH ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ഇവിടുത്തെ ബേസ്. ഇനി ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഒരു പോയിന്റ് കൊടുത്താണ് സൾഫേറ്റ്, അതായത് SO4 2- അയോൺ ബേരിയം ക്ലോറൈഡ് ലായനിയുമായി പ്രവർത്തിച്ച് ബേരിയം സൾഫേറ്റ് ഉണ്ടാകുന്നതാണ് പരീക്ഷണങ്ങളിൽ രൂപപ്പെട്ട വെളുത്ത അവക്ഷിപ്തത്തിന് കാരണം. ബേരിയം സൾഫേറ്റ് നിർമ്മിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുന്നില്ല.
അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞത്? സൾഫേറ്റ് SO4 2 - ബേരിയം ക്ലോറൈഡ് ലായനിയുമായി പ്രവർത്തിച്ച് ബേരിയം സൾഫേറ്റ് ഉണ്ടാകുന്നതാണ് ഈ ഒരു പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വെളുത്ത അവക്ഷിപ്തത്തിന് കാരണം. ബേരിയം സൾഫേറ്റ് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിക്കുന്നില്ല. ഇനി ഇവിടെ സോഡിയം ഹൈഡ്രോക്സൈഡും നേർപ്പിച്ച നൈട്രിക് ആസിഡും പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണെന്നാണ് കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? സോഡിയം ഹൈഡ്രോക്സൈഡും അതുപോലെ എന്താണ് HNO3 നൈട്രിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ഏതൊക്കെയാണ് ആ ഉൽപ്പന്നങ്ങൾ? നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ NaOH പ്ലസ് HNO3 ആണ് അല്ലെ. അപ്പൊ എന്തായിട്ടാണ് മാറുന്നത്? നമുക്കറിയാം ഇവിടെ MgSO4. അപ്പൊ ഇവിടെ NaOH HNO3 അല്ലെ. NaNO3 അതായത് NaNO3 ജലവുമാണ് ഉണ്ടാകുന്നത് കേട്ടോ. H2 ആണ് ഉണ്ടാകുന്നത്. അതായത് സോഡിയം നൈട്രേറ്റ് ആണ്. NaNO3 എന്ന സോഡിയം നൈട്രേറ്റ് പിന്നെ ജലവും. ഓക്കെ, ഇവിടെ ലവണമാണ് NaNO3 കേട്ടോ. ഒരു ആസിഡും ഒരു ബേസും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? ലവണവും അതുപോലെ ജലവും കേട്ടോ. ഇതിലൂടെ നമുക്ക് ഈ ഒരു ഫൈൻഡിങ്സ് എന്താണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ള എന്താണ്? ഒരു ആസിഡും അതുപോലെ ബേസും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ എന്താണ് ഇവിടെ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളിൽ? ഒരു ലവണവും അതുപോലെ പിന്നെന്താണ്? ജലവുമാണ്. ഇനി ഇവിടെ എന്താണ് കുറച്ച് പരീക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പഠിക്കാനുള്ള പോയിന്റ് നോക്കാം. നൈട്രേറ്റ് NO3 - പുതുതായി നിർമ്മിച്ച ഫെറസ് സൾഫേറ്റ് ലായനി, ഗാഢ സൾഫ്യൂരിക് ആസിഡ് എന്നിവ പ്രവർത്തിക്കുമ്പോൾ രണ്ട് ദ്രാവകങ്ങൾക്കും ഇടയിൽ ഒരു തവിട്ട് നിറത്തിലുള്ള വലയം രൂപപ്പെടുക ചെയ്യുന്നത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. നൈട്രേറ്റ് അയോൺ അതുപോലെ പുതുതായി നിർമ്മിച്ച ഫെറസ് സൾഫേറ്റ് ലായനി, ഗാഢ സൾഫ്യൂരിക് ആസിഡ് എന്നിവ പ്രവർത്തിക്കുമ്പോൾ രണ്ട് ദ്രാവകങ്ങൾക്കും ഇടയിൽ ഒരു തവിട്ട് നിറത്തിലുള്ള വലയം രൂപപ്പെടുന്നു. ഓക്കെ, ഇനി കാർബണേറ്റ് ലവണങ്ങളെ തിരിച്ചറിയുന്നതിന് ഒരു പരീക്ഷണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിലൂടെ എന്താണ് ഇവിടെ കണ്ടെത്തിയിട്ടുള്ളത്? കാർബണേറ്റ് ലവണങ്ങൾ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ് നിർഗമിക്കുന്നതാണ് ടെസ്റ്റ് ട്യൂബിൽ കുമിളകൾ ഉണ്ടാകുന്നതിന് കാരണം. കാർബൺ ഡൈ ഓക്സൈഡ് തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടന്നു പോകുമ്പോൾ ചുണ്ണാമ്പ് വെള്ളത്തിന് പാൽ നിറം കൈവരുന്നു. അപ്പൊ കാർബണേറ്റ് ലവണങ്ങൾ ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ് പുറത്തേക്ക് വരുന്നതാണ് ടെസ്റ്റ് ട്യൂബിൽ കുമിളകൾ ഉണ്ടാകുന്നതിന് കാരണം. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടന്നു പോകുമ്പോൾ ചുണ്ണാമ്പ് വെള്ളത്തിന് പാൽ നിറം കൈവരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ കേട്ടോ. ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ നമ്മുടെ സിലബസിലുള്ള പ്രധാനപ്പെട്ട ഒരു പോർഷൻ ആണ് എന്തൊക്കെ ആസിഡും ബേസും എന്നുള്ളത്. അതിൽ നമുക്ക് പഠിക്കാനുള്ള ഓൾമോസ്റ്റ് എന്താണ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു ചാപ്റ്റർ ആണിത്. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.